മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. നവ്യ, ഇന്നലെ കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂര് ഈ രണ്ട് സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ CPM-ന്റെ അതിക്രമം ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ ഗോപികയായി വേഷമിട്ട ശ്രീകൃഷ്ണനായി വേഷമിട്ടിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് നേരെ പോലും അതിക്രമം ഉണ്ടാകുന്നൊരു പശ്ചാത്തലം എത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്നത്? നവ്യ, ജയന്തി ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീർത്തും ഭക്തിപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാ വർഷവും ഇത് കൊണ്ടാടാറുള്ളത്. എന്നാൽ ഇന്നലെ നടന്നിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ, കോഴിക്കോട് വെച്ച് നടന്നതും കണ്ണൂർ വെച്ച് നടന്നതും, ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയാം. CPM എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ്. ഈ ചെറിയ കുട്ടികളായിട്ട് വേഷമിട്ട് പോകുന്ന കുട്ടികളെയും സ്ത്രീകളെയും മർദ്ദിക്കുക, വടിയെടുത്ത് വന്ന് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങള് ഈ CPM-ന്റെ പക്ഷത്ത് എത്രത്തോളം അസഹിഷ്ണുത ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തുറന്നു കാണിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരു വർഷം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയം, അടുത്ത വർഷം ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് കാത്തു നിൽക്കുകയും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് അത് കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഈ ഒരു സംഭവം നടന്നിരുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധേയമാണ്. കാരണം വനിതാ പോലീസുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അലംഭാവമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പോലീസിന്റെ സഹകരണത്തോടു കൂടിയാണ് CPM ഇതെല്ലാം, ഈ കാടത്തരമെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കാണിച്ചു വെക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള CPM-ന്റെ ലക്ഷ്യം ഒരിക്കലും ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് നടത്തിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നത് RSS എന്നൊരു സംഘടനയാണ്. ആ RSS സംഘടന എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കാണുന്നത്, അത് എത്രത്തോളം ഭക്തിപൂർവമായിട്ടാണ് കൊണ്ടാടുന്നത് എന്നുള്ളത് സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ RSS-ന്റെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലേക്ക് കുട്ടികൾ എത്തുന്നത്. CPM-ന്റെ കുടുംബത്തിൽ നിന്നും കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്നും എല്ലാം തന്നെ ഭക്തിയുള്ള ആളുകളാണ് ചെറിയ മക്കളെ കൃഷ്ണവേഷം അണിയിച്ചുകൊണ്ട് ഈ ശോഭായാത്രയുടെ പകിട്ട് വർദ്ധിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഹൈന്ദവ വിശ്വാസികളല്ലാത്ത നിരവധി മുസ്ലിംസ് അടക്കം വന്നുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഭാഗവാക്കാകുമ്പോൾ ഇത് RSS-ന്റെ പരിപാടിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും ഇതിൽ വരുന്ന ആളുകളെ, ഇത്തരത്തിലുള്ള ആളുകളെ ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കുവാനുള്ള ഒരു CPM-ന്റെ ശ്രമമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നവ്യ, ഒപ്പം നമ്മൾ ഓർക്കേണ്ടത്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം CPM ഒന്ന് ഏറ്റെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇവർ ശ്രീകൃഷ്ണ ജയന്തി നടത്തിയതാണ്. മാത്രമല്ല, ഈ 20-ാം തീയതി പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം ഇതേ കൂട്ടരാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ശോഭായാത്രയ്ക്ക് നേരെ അതിക്രമം നടത്തുക, മറുഭാഗത്ത് അയ്യപ്പ സംഗമം നടത്തുക, ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. അതെ, നമുക്കറിയാം, അവര് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഏറ്റെടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണ പരാജയമായിരുന്നു. കാരണം CPM-നുള്ളിൽ തന്നെ ഒരു ഭിന്നതയാണ് ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അയ്യപ്പ ഭക്തർക്കെതിരെ ആചാര ലംഘനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുന്ന ആളുകൾ ഇന്ന് എന്തുകൊണ്ടാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. ഒരു ഇലക്ഷന് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് അത്. അപ്പൊ അത്തരത്തിൽ അവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കാത്ത ഇടങ്ങളിൽ മറ്റാരും ഈ ഒരു പരിപാടി നടത്തരുത് എന്നുള്ള ഒരു നിഗൂഢ ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഭക്തി എന്നൊരു കണ്ടന്റ് CPM-ന് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ ഇതിനു മുൻപ് ഇതേ രീതിയിൽ തെരുവിലിട്ട് ആക്രമിച്ചുകൊണ്ടും വലിച്ചിഴച്ചുകൊണ്ടും ആയിരക്കണക്കിന് സ്ത്രീകളുടെ പേരിൽ കേസുകൾ ഇന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്നൊരു പ്രഹസന നാടകം CPM അരങ്ങേറുന്നത്. വളരെ നന്ദി ശ്രീമതി നവ്യ ഹരിദാസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.